ദിസ് ഇസ് സെൽ സ്റ്റോറീസ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വേർ ആർ മൈക്രോബ്സ് ഫൗണ്ട്, എവിടെയാണ് ഈ മൈക്രോബുകൾ കാണുന്നത് എന്നുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ചാണ്. ഈ വീഡിയോയിൽ വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള ടോപ്പിക്കുകളല്ല, ഇൻഡെപ്ത് എക്സ്പ്ലനേഷൻസ് ആയിരിക്കില്ല. ഒരു ഓവറോൾ ആയിട്ട് എവിടെയൊക്കെയാണ് മൈക്രോബ്സിനെ കാണാൻ പറ്റുന്നത് വളരെ ബ്രീഫായിട്ട് പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. വേർ ആർ മൈക്രോബ്സ് ഫൗണ്ട്? മൈക്രോബ്സ് ആർ എവ്രിവെയർ. മൈക്രോബുകൾ എല്ലായിടത്തും ഉണ്ട്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. ഇത് എല്ലായിടത്തും, നമ്മുടെ ചുറ്റും എല്ലായിടത്തും മൈക്രോബ്സിനെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. They live in almost every environment on earth, even the most extreme ones. ഭൂമിയിലെ എല്ലാ തരം എൻവയോൺമെൻറ്റിലും മൈക്രോബ്സ് ഉണ്ട്. എക്സ്ട്രീം വൺസ്, അതായത് ഭയങ്കരമായ ചൂട് അല്ലെങ്കിൽ ഭയങ്കരമായ തണുപ്പ്, അങ്ങനെയുള്ള എക്സ്ട്രീം ക്ലൈമറ്റുകളിൽ പോലും നമുക്ക് മൈക്രോബുകളെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി കോമൺ പ്ലേസസ് മൈക്രോബ്സ് ആർ ഫൗണ്ട്. ആദ്യത്തേത് സോയിൽ, ഒന്നാമത്തേത് മണ്ണ്. മണ്ണിൽ നിറയെ ബാക്ടീരിയ ആയിക്കോട്ടെ, ഫംഗൈ ആയിക്കോട്ടെ, ആക്റ്റിനോമൈസിറ്റ്സ് ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് മൈക്രോബുകൾ സോയിലുണ്ട്. ആക്റ്റിനോമൈസിറ്റ്സ് എന്താണെന്നൊക്കെ മുന്നോട്ട് നോക്കാം. ദേ ഹെൽപ്പ് റീസൈക്കിൾ ന്യൂട്രിയൻസ് ആൻഡ് മേക്ക് ദ സോയിൽ ഫെർട്ടൈൽ. ഇവർ ന്യൂട്രിയൻസിനെ റീസൈക്കിൾ ചെയ്ത് സോയിലിനെ ഫെർട്ടൈലായിട്ട് വയ്ക്കും. രണ്ടാമത്തേതാണ് വാട്ടർ. വാട്ടർ എന്ന് പറയുമ്പോൾ എവിടെയൊക്കെയാണ് വെള്ളമുള്ളത്? ലേക്സ്, റിവേഴ്സ്, ഓഷ്യൻസ്, അങ്ങനെയുള്ള വെള്ളമുള്ള സ്ഥലങ്ങളിലും മൈക്രോബുകളെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ലേക്സും റിവേഴ്സും ഓഷ്യൻസും ഒക്കെ റിച്ച് ഇൻ ആൽഗെ, പ്രോട്ടോസോവ ആൻഡ് ബാക്ടീരിയ. ഈവൻ ഹോട്ട് സ്പ്രിങ്ങുകളിലും ഡീപ് സീ വെൻസിലും മൈക്രോബുകളെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഹോട്ട് സ്പ്രിങ്ങും ഡീപ് സീ വെൻറ്റുകളൊക്കെ എന്ന് പറയുന്നത് എക്സ്ട്രീം കണ്ടീഷൻസ് ആണ്. അവിടെ വരെ നമുക്ക് മൈക്രോബുകളെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആദ്യമേ സോയിൽ, രണ്ടാമത്തത് വാട്ടർ. ഇനി മൂന്നാമത്തതാണ് എയർ. എയർ എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആ ഒരു അറ്റ്മോസ്ഫിയറിൽ മുഴുവൻ നമുക്ക് എയർ കാണാൻ പറ്റില്ലല്ലോ. അങ്ങനെ എയറിൽ വരെയും എന്താണുള്ളത്? മൈക്രോബ്സ് ഉണ്ട്. ഈ നമ്മുടെ ടോർച്ച് അടിച്ച് നോക്കുമ്പോഴേക്കും നമുക്കിനി ഡസ്റ്റ് പാർട്ടിക്കിൾസ് കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസിൽ ബാക്ടീരിയ ഉണ്ടെന്നാണ് പറയുന്നത്. ബാക്ടീരിയയും ഫംഗൽ സ്പോർസും ഈ ഡസ്റ്റ് പാർട്ടിക്കിളിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഹോസ്പിറ്റലുകളിലെയും ലാബുകളിലെയും ഒക്കെ എയർ സ്റ്റെറിലൈസ് ചെയ്ത് വെക്കാനുള്ള റീസൺ ഇതാണ്. കാരണം എയറിലും മൈക്രോബ്സ് ഉണ്ട്. നാലാമത്തത് ഇൻസൈഡ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ചെടികളുടെയും മൃഗങ്ങളുടെയും ഉള്ളിലും നമുക്ക് മൈക്രോബുകളെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. സിംബയോട്ടിക് ബാക്ടീരിയ ലിവ് ഇൻസൈഡ് പ്ലാന്റ് റൂട്ട്സ്. സിംബയോട്ടിക് അല്ലെങ്കിൽ സിംബയോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മ്യൂച്വൽ റിലേഷൻഷിപ്പാണ്. ഇപ്പം ഒരു ചെടിയിൽ ഒരു ബാക്ടീരിയ ഉണ്ടെങ്കിൽ ആ ബാക്ടീരിയയ്ക്ക് ചെടിയിൽ നിന്നും ബെനിഫിറ്റ് ഉണ്ടാവുന്നുണ്ട്, അതേപോലെ ചെടിക്ക് ബാക്ടീരിയയിൽ നിന്നും ബെനിഫിറ്റ് ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് റൈസോബിയം. റൈസോബിയം ഒരു സിംബയോട്ടിക് ബാക്ടീരിയ ആണ്. അത് അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനെ ഫിക്സ് ചെയ്യും. അതേപോലെ ആനിമൽസിലും, ഹ്യൂമൻസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ആനിമൽസിലും ട്രില്യൺസ് ഓഫ് മൈക്രോബുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ ഉള്ളിലും ഒരുപാടധികം നല്ല ഗട്ട് മൈക്രോബ്സ് ഒക്കെ നല്ല മൈക്രോബാണെന്നാണ് പറയുന്നത്. അങ്ങനെ നോർമൽ ഫ്ലോറ ആയിട്ടും മൈക്രോബുകളെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അടുത്താണ് ഹ്യൂമൻ ബോഡി. മനുഷ്യ ശരീരത്തിലും നമുക്ക് മൈക്രോബുകളെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. വായിൽ, സ്കിന്നിൽ, ഇൻറ്റസ്റ്റൈനിൽ, കുടലിൽ, റെസ്പിറേറ്ററി ട്രാക്റ്റിൽ, അങ്ങനെ എല്ലായിടത്തും മൈക്രോബുകളുണ്ട്. ഇതിൽ ഗട്ട് മൈക്രോബിയ, നമ്മുടെ വയറ്റിൽ കാണുന്ന മൈക്രോബ്സ് നമുക്ക് ഫുഡ് ഡൈജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. എക്സ്ട്രീം എൻവയോൺമെൻറ്റ്സ് ആണ് അടുത്തത്. മൈക്രോബുകളെ നമ്മൾ എക്സ്ട്രീമോഫൈൽസ് എന്നും വിളിക്കും. അതായത് ഭയങ്കരമായ ചൂട്, ഭയങ്കരമായ തണുപ്പ്, ഇത് മാത്രമല്ല എക്സ്ട്രീം pH കണ്ടീഷൻസ്, അസിഡിക്, ആൽക്കലൈൻ, അങ്ങനത്തെ എക്സ്ട്രീം കണ്ടീഷൻസ്, സോൾട്ട്, ഭയങ്കരമായിട്ട് ഉപ്പുള്ള കണ്ടീഷൻസ്, അങ്ങനെ പല പല എക്സ്ട്രീം എൻവയോൺമെൻറ്റ്സ് ഉണ്ട്. നമ്മൾ കോമൺലി പറയുന്നത് ചൂടും തണുപ്പായതുകൊണ്ടാണ് അത് പറഞ്ഞത്. അങ്ങനെ നോർമൽ ഓർഗാനിസംസിന്, നോർമൽ ജീവികൾക്ക്, സാധാരണ ജീവികൾക്ക് ജീവിക്കാൻ പറ്റുന്ന കണ്ടീഷൻസിൽ, അങ്ങനെയുള്ള ജീവിക്കാൻ പറ്റാത്ത കണ്ടീഷനുകളിൽ വരെ മൈക്രോബുകൾക്ക് ജീവിക്കാൻ പറ്റാറുണ്ട്. അങ്ങനെയുള്ള മൈക്രോബുകളെ നമ്മൾ എക്സ്ട്രീമോഫൈൽസ് എന്നും വിളിക്കും. കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഹോട്ട് സ്പ്രിങ്സ്, തെർമോഫൈൽസ്, ഐസ് ക്യാപ്സ്, സൈക്രോഫൈൽസ്, സോൾട്ട് ലേക്കിൽ കാണുന്നതിനെ ഹാലോഫൈൽസ് എന്നും, അസിഡിക് ഓർ ആൽക്കലൈൻ കണ്ടീഷൻസിൽ ജീവിക്കുന്നവരുണ്ട്. നമുക്ക് ഈ എക്സ്ട്രീമോഫൈൽസ് എന്ന ഒരു ടോപ്പിക് കുറച്ചും കൂടെ എലാബറേറ്റ് ആയിട്ട് മുന്നോട്ടുള്ള ഇതുകളിൽ പഠിക്കാം. അപ്പോൾ ഇത്രയാണ് ബേസിക്കായിട്ട് എവിടെയൊക്കെയാണ് മൈക്രോബുകൾ കാണുന്നത് എന്നുള്ളത്. ഒന്നാമത്തത് സോയിൽ, വാട്ടർ, എയർ, ഇൻസൈഡ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, ഹ്യൂമൻ ബോഡി, എക്സ്ട്രീം എൻവയോൺമെൻറ്റ്സ്. ഇനി ഏതെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. താങ്ക് യു.